356 പിശാചിന്റെ പുത്രനായി ജനിച്ചു. പിശാചിന്റെ പുത്രനാണ് അലക്സാണ്ടർ. നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ തെളിവുണ്ട്, വെറുതെ പറയല്ല. പിശാച് മാതാവിനെ ഉപയോഗിച്ചു, അതിൽ ജനിച്ച കുട്ടിയാണ് അലക്സാണ്ടർ. ഇന്ന് ലോകം മുഴുവനും ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുന്ന മഹാനായ അലക്സാണ്ടറെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അയാൾ എന്ത് ചെയ്തു? അയാൾ വേദങ്ങൾ നശിപ്പിച്ചു, എല്ലാ വേദവും നശിപ്പിച്ചു. അലക്സാണ്ടർ വരുമ്പോൾ ചതുർവേദങ്ങളിൽ ഹിന്ദുക്കൾക്ക് 1130 ഫറകളുണ്ട്, ശാഖകളുണ്ട്. 1130 ശാഖകളുണ്ട്, വേദാധ്യായങ്ങൾ. 1130 വേദാധ്യായങ്ങൾ. അതായത് ഋഗ്വേദത്തിൽ 21, യജുർവേദത്തിൽ 100, സാമവേദത്തിൽ 1000, അഥർവവേദത്തിൽ 9. അലക്സാണ്ടറുടെ പടയോട്ടം കഴിയുമ്പോൾ ഹിന്ദുക്കളുടെ കയ്യിലുള്ളത് 10 ശാഖകളാണ്. 1120 അധ്യായങ്ങളും വേദങ്ങളിൽ നിന്ന് നശിപ്പിച്ചു. ചിന്തി പഠിച്ചോളൂ. നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം മീശയുടെ മക്കളുടെ കൂട്ടത്തിൽ ഒന്നിനും കൊള്ളാത്തവനായി മീശ കണക്കാക്കിയ 13ാമത്തെ മകനാണ്. മീശക്ക് 13 മക്കളാണ്. അതിൽപ്പെട്ട ദുർബലനായ മകനാണ് ദാവൂദ് ഇബ്നു മീശ. മീശ ആരുടെ പേരാണ്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബാപ്പായുടെ പേരാണ്. അവർ ജോർദാനികളാണ്, അഥവാ ജോർദാൻ നദിക്കരയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവരെ ചുറ്റിപ്പറ്റിയ ഒരു പുഴയുണ്ട്, ആ പുഴയും ജോർദാൻ നദിയാണ്. അൽ നഹ്റുൽ ഉർദുൻ എന്ന് പറയും. ഫലമ്മാ ഫസല ത്വാലൂത്ത് ബിൽ ജുനൂദി ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ എന്ന് പറയുന്നില്ലേ, അത് ജോർദാൻ നദിയാണ്, റിവർ ജോർദാന. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അത് നേരെ അങ്ങനെ പോയി മെഡിറ്ററേനിയയിൽ കയറും. ആ പുഴയുടെ കരയിലാണ് മീശയും മക്കളും പാർത്തിരുന്നത്. മീശ എന്ന് പറഞ്ഞാൽ മീശ തന്നെയാണ്. നമ്മൾ മീശ എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥത്തിലാണ് പറയാം, അതല്ല. മീശ തന്നെയാണ് അത് ബഹുമാനപ്പെട്ടവരുടെ പേര്. മീശ, മീമ്, യാ, ഷീന്, അലിഫ്, മീശ. അതിൽ ബഹുമാനപ്പെട്ട ശംബീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ ശംബീലാണെന്ന് എൻ്റെ ഓർമ്മ. സാമുവേൽ പ്രവാചകൻ എന്ന് ബൈബിൾ പഴയ നിയമത്തിൽ കാണും. ജോർദാൻ നദിക്കരയിൽ പാർക്കുന്ന മീശയുടെ ഒരു മോനുണ്ട്. ആ മോൻ്റെ തലയിൽ ഇരുമ്പ് വെച്ചാൽ പോലും ഉരുകിപ്പോവും. ഇരുമ്പിനെ പോലും ഉരുക്കാൻ കഴിവുള്ള കരുത്താണ് ആ കുട്ടിക്ക്. ആ കുട്ടിയാണ് ഈ ഉമ്മത്തിനെ ഇനി അടുത്ത് നവോത്ഥാനപ്പെടുത്തുക. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ശംബീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് മുഖാന്തരം കൽപ്പിച്ചു. അപ്പോൾ ശംബീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി മീശയുടെ മക്കളെ എല്ലാം പരീക്ഷിച്ചു. പക്ഷേ പരീക്ഷണത്തിൽ എല്ലാ മക്കളും തോറ്റുപോയി. അങ്ങനെ ഇരുമ്പിനെ മയപ്പെടുത്താനുള്ളൊരു കഴിവ് ഒരു മകനും ഇല്ല. അപ്പോൾ മീശ പറഞ്ഞു, ഇനി എനിക്ക് മക്കളില്ല, യോദ്ധാവാക്കാൻ പറ്റിയ ഒരാളില്ല, നിങ്ങൾക്ക് ആൾ പിഴച്ചിട്ടുണ്ടാവും. അപ്പോൾ ശംബീൽ നബി പറഞ്ഞു, ഇല്ല, എനിക്ക് പിഴച്ചില്ല, വഹയാണ്, പിഴക്കൂല, എനിക്ക് പിഴച്ചിട്ടേ ഇല്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഒരു ആളുണ്ട്, എൻ്റെ മകൻ ദാവൂദ്, അവനൊന്നിനും കൊള്ളൂല, അവനെ ഞാൻ ആടുമേക്കാൻ അയച്ചിരിക്കുക. വലിയ പാട്ടുകാരനാണ്. ആ ജോർദാൻ നദിക്കരയിലുള്ള മരുഭൂമി അങ്ങോട്ട് തുടങ്ങുന്നിടത്ത് ഇങ്ങനെ പോയി നോക്കിയാൽ അവിടെ എവിടെയെങ്കിലും മുളിപ്പാട്ടും പാടി നടക്കുന്നുണ്ടാകും ഒരാൾ, അത് തന്നെ എൻ്റെ മോൻ. അങ്ങനെ ഒന്നു ഈ കുട്ടിയെ കണ്ടുപിടിച്ചു. കുട്ടിയുടെ കയ്യിൽ ഇരുമ്പ് കൊടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടിക്കൊരു അടയാളവും കൊടുത്തു. ഒരു തെറ്റുണ്ടാവും അവൻ്റെ കയ്യിൽ. ചവണ, കവണ എന്നൊക്കെ നമ്മൾ പറയും. ചില നാട്ടുകാർ ചവണ അറിയും, ചില കവണ എന്നറിയും. ഇങ്ങനെയുള്ള കൃത്യ ഒരൊറ്റ തെറ്റം കൊണ്ട് തെറ്റിയാൽ കൃത്യ. ആരും ആന വീണു മർമ്മത്തിലടിക്കും. ഭയങ്കര കരുത്ത്. നോക്കുണ്ണിങ്ങൾ ഒന്നിനും കൊള്ളൂല. നമ്മളവരോട് നമ്മൾ ഉപമപ്പെടുത്തില്ല. ഒന്നും കൊള്ളൂല എന്ന് വിചാരിച്ചവരെ കൊണ്ടും അള്ളാഹു ചില പണികളെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നീയത്താണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ശത്രുക്കളായി തോന്നിയ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് മാനവകുലത്തിൻ്റെ ശത്രുക്കൾ. അതിൽ യാതൊരു സംശയവുമില്ല. അത് നേരത്തെ ഞാൻ മനസ്സിലാക്കുകയും പിന്നെ പഠിക്കുകയും ചെയ്തതാണ്. പഠിച്ചിട്ട് മനസ്സിലാക്കിയതല്ല, മനസ്സിലാക്കിയിട്ട് പഠിച്ചതാണ്. അങ്ങനെ തോന്നലുണ്ടായി, പിന്നെ പഠിച്ചപ്പോൾ ഈ ഭൂഗോളം കണ്ട ഏറ്റവും വലിയ തിന്മ അവർ കൊണ്ടുവന്നതാണ്. അവരാണ് യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹ്.
മുസാഫിർക്ക് തൗബ എടുക്ക്. വേറെ ഉണ്ടല്ലോ, വേറെ ഒരു സ്ഥലത്തുണ്ട് അയ്യുത്തുഫിയു അല്ല ലിയുത്തുഫിയു, വേറെ ഉണ്ട്. അതെവിടെയാ മുസാഫിർക്ക്? يريدون أن يطفئوا نور الله حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله. അവരുദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലെന്നല്ല, യുരീദൂന എന്നുമെന്നും അവർ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കും. കെടുത്തിക്കളയാൻ അള്ളാഹുവിന്റെ പ്രകാശം. രണ്ട് സ്ഥലത്തുണ്ട് തോന്നുന്നു. ഇവിടെ അത് സൊഫല്ലേ, സൊഫ് 8-ാമത്തെ ആയത്ത് അല്ലേ, മറ്റു 33 രണ്ട് സ്ഥലത്തുണ്ട്. ഒന്ന് അയ്യുത്ഫിഉ, ഒന്ന് ലിയുത്ഫിഉ. യുരീദൂന അവർ എന്നും ഉദ്ദേശിച്ചു കൊണ്ടിരിക്കും അയ്യുത്ഫിഉ കെടുത്തിക്കളയാൻ നൂറല്ലാഹ് അല്ലാഹുവിന്റെ പ്രകാശത്തെ. യുരീദൂന അറാദു എന്നല്ല, അവരെന്നോ ഒരിക്കൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നല്ല. യുരീദൂന അവരെന്നും ഉദ്ദേശിച്ചു കൊണ്ടേയിരിക്കുന്നു. കെടുത്തിക്കളയാൻ അല്ലാഹുവിന്റെ പ്രകാശത്തെ. അതൊന്നും നടക്കൂല, ആൺകുട്ടികൾ ബാക്കിയുണ്ട്, നടക്കൂല, അതൊരിക്കലും നടക്കൂല, അതൊരിക്കലും നടക്കൂല. يريدون أن يطفئوا نور الله بأفواههم. അവരുടെ വായ കൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ പ്രകാശം കെടുത്താൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രകാശരേണുവിൻ്റെ രേണു എന്ന് പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ആ പ്രകാശരേണുവിൻ്റെ നേർമയായ ഒരു പ്രകാശരേണു പോലും സിനായി മരുഭൂമിയിലെ ഭീമാകാമാരമായ പർവ്വതത്തിലേക്ക് അടിച്ചപ്പോൾ എന്താ ഉണ്ടായത്? فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. നൂറ് തജല്ലി നേരിട്ടടിച്ചപ്പോൾ പിന്നെയുണ്ടോ നിങ്ങളെ വായി കൊണ്ട് കെടുത്തുന്നു? ഓർമ്മല്ലേ? ഏതാ സുഹൃത്ത്? എത്രയായത്? 143 144 ആയിരിക്കും. എടുത്തു. فلما تجلى ربهم للجبل جعله دكا وخر موسى صعقا. നേരിയ പ്രകാശരേണുവിലെ ഒരു നേരിയ പ്രകാശരേണു ആ ഭീമപർവ്വതത്തിലേക്ക് വന്നപ്പോൾ പോലും പർവ്വതം പൊട്ടി മൂസ അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി, ഉൾക്കൊള്ളാൻ കഴിയാതെ. പിന്നെയുണ്ടോ ഇവർ എന്നാൽ ഒരു കൂട്ടരാണത്. നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നവരാണെന്ന് അല്ല. അത് ഹിന്ദുക്കളല്ല, അത് ക്രിസ്ത്യാനികളുമല്ല, അത് ജൂതന്മാരുമല്ല. എന്നാൽ അവർക്കിടയിലൊക്കെ അത് കയറാം, മുസ്ലിങ്ങൾക്കിടയിലും കയറാം. ആ കൂട്ടർ 143 لما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك. എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു സയ്യിദുന മൂസ. قال لن تراني ഒരിക്കലും താങ്കൾക്ക് എന്നെ കാണാൻ കഴിയുകയില്ല. ദുനിയാവിൽ കഴിയില്ല. ദുനിയാവിലെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് മാത്രം. عجائب عالم الملكوت وسرائر الناسوت والجبروت أين
مدرس مسجد اللاهوت كم من لدن هواه علما صلوا عليه وسلموا تسليما. ഈ ലോകത്തൊരാൾ മാത്രമാണ് ഭൗതിക ജീവിതത്തിൽ ആളെ കണ്ടത്, അത് മുത്ത് മുഹമ്മദ് മുസ്തഫ, ഒരാൾ മാത്രം. ഇതാണ് عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدرس مسجد اللاهوت. ലാഹൂത്തി പള്ളിയിൽ അർശിൻ്റെ അപ്പുറത്തുള്ള ലാഹൂത്തി പള്ളിയിലെ മുദരിസിനെ കണ്ടാണ് മുനാജാത്ത് ചെയ്തത്. ലാഹൂത്തി പള്ളിയിലെ മുദരിസാരാ? അല്ലാഹ്. عينا مدلسة مسجد اللاهوت كم من لدن هواه علما صلوا عليه وسلموا تسليما. محمد مصطفى لن تراني അങ്ങേക്കൊരിക്കലും എന്നെ കാണാൻ താങ്കൾക്ക് കഴിയില്ല. ولكن انظر إلى الجبل. ഇനി വേണമെങ്കിൽ ആ ഭീമാകാരമായ പർവ്വതത്തിലേക്ക് നോക്ക്. എന്റെ നേരിയ ഒരു പ്രകാശരേണു ആ പർവ്വതത്തിലേക്ക് വന്നിട്ട് ആ പർവ്വതത്തിന് സ്ഥാനരൂപ വ്യതിയാനം വന്നില്ലെങ്കിൽ താങ്കൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞേക്കും. റബ്ബിന്റെ നേരിയ പ്രകാശം എങ്ങാനും ആ പ്രകാശ ബിന്ദുക്കളിലെ നേരിയ 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 ഏറെ നിർമ്മയായ ആ പ്രകാശം ആ പർവ്വതത്തിലേക്ക് അടിച്ചപ്പോൾ ആ പ്രകാശം ആ പർവ്വതത്തെ ആക്കി കളഞ്ഞു. പൊട്ടി 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 പൊട്ടിയായി തീർന്നു. മൂസാ നബി ബോധരഹിതനായിക്കൊണ്ടേ. ബോധം തെളിഞ്ഞപ്പോൾ മൂസാ പറഞ്ഞു, സുബ്ഹാനക, നീ പരിശുദ്ധൻ തന്നെ, നിന്നെ കാണാൻ എനിക്ക് കഴിയൂല. തുബുദ്ധിയിലേക്ക് കാണണമെന്ന് ശാഠ്യം പിടിച്ചതിന് ഞാൻ മാപ്പ് പറയുന്നു. വഅന അവ്വലുൽ മുസ്ലിമീൻ, വഅന അവ്വലുൽ മുസ്ലിമീൻ. നിനക്ക് കീഴൊതുങ്ങിയ ആദ്യത്തെ ആൾ ഞാൻ തന്നെ. അതൊരു ആത്മകഥ, ആദ്യത്തെ ആൾ ഒരു ആത്മകഥ. എനിക്ക് ഏറ്റവും മുന്നിലെത്തണം. ഞാൻ ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കുകയില്ല. അത് മതിയാവില്ല, ഉറക്കെ ഹൃദയത്തിന് ما في قلبي غير الله على النبي صلى الله لا إلا الله حسبي ربي جل الله. അള്ളാഹുവിൻ്റെ വെളിച്ചം ഊതിക്കെടുത്താൻ ശ്രമിച്ചത് ഒരിക്കലും ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളുമല്ല, ജൂതന്മാരുമല്ല. എന്നാൽ ഹിന്ദുക്കൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്, ക്രിസ്ത്യാനികളും ആ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ട്, ജൂതന്മാരും ആ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ട്. മുസ്ലിങ്ങളും ഇടക്കാലത്ത് വളരെ ചെറിയ നിലക്കാണെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ട്. ചെറിയ നിലക്കാണെങ്കിലും പെട്ടുപോയി. പക്ഷെ ചെറിയ നിലക്കാണെങ്കിലും വലിയ ദുരന്തം ഉണ്ടാവും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് വേറൊരു കൂട്ടര. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. യുരീദൂന, അവരുദ്ദേശിച്ചു കൊണ്ടേയിരിക്കുന്നു. അറാദു എന്നാണോ മോനെ? യുരീദൂന, അവർ എന്നും ഉദ്ദേശിക്കും. നിങ്ങൾ കരുതിയിരിക്കണം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അവരെന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കരുതിയിരിക്കണം. അപ്പോൾ അബൂജഹലിന്റെ ശല്യം തീർന്നിട്ടുണ്ട്. അബൂജഹലിനെ അതിനുവേണ്ടി ഇളക്കി പുറപ്പെടുവിച്ചവന്റെ ശല്യം തീരൂല. കൻആന്റെ ശല്യം തീർന്നിട്ടുണ്ട്. കൻആനെ അതിനുവേണ്ടി തയ്യാറാക്കിയ ആളുകളുടെ ശല്യം തീരൂല. പ്രളയക്കുടുങ്കാറ്റിൽ പർവ്വതാശംഖം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരേറെ.
പോയി ഫിറഔന്മാരും സ്വാലിഹിൻ പ്രിയങ്കര ജീവിയെ കൊന്നു. പോയി ഫിറഔന്മാരും സ്വാലിഹിൻ പ്രിയങ്കര പ്രളയ കൊടുങ്കാറ്റിൽ പർവ്വതാശംഖം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരേറെ. 35 കൊല്ലം മുമ്പ് പഠിച്ച ഒരു കവിത, 35 കൊല്ലം മുമ്പ് പഠിച്ച. മറക്കും, നല്ല ഓർത്താ കിട്ടും, പെട്ടെന്ന് കിട്ടുന്നില്ല. ആരാണത്? അതാരാ? പ്രളയ കൊടുങ്കാത്തിൽ പർവ്വതശംഖം തേടി പോയവർക്ക് ഇന്നും കാണാം പിന്തുടർച്ചക്കാർ. അതാരാ? യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്. അവര് ലോകാവസാനം വരെ അവരിലാണ് ലോകം അവസാനിക്കുക. ഒരിക്കലും മുഅ്മിനീങ്ങൾ ലോകം അവസാനിക്കണ്ടാവില്ല, അവർ ബാക്കിയാവും. അല്ലെങ്കിൽ അങ്ങനെയാണ് നല്ല നബി മരിച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ള നബി ബാക്കിയായി. ചരിത്രം അങ്ങനെയാണ്. നിങ്ങളെൻ്റെ കൂടെ ഇല്ല, അങ്ങനെ തന്നെയല്ലേ? പറ, അങ്ങനെയല്ലേ? നല്ല നബി മരിച്ചു, നല്ല നബി വഫാത്തായി, കള്ള നബി ബാക്കിയായി. പക്ഷേ ബുദ്ധിയുള്ളവർക്ക് നല്ല നബി മരിച്ചിട്ടില്ല, ഇന്നും ജീവിക്കുന്നുണ്ട്. കള്ള നബി 10 കൊല്ലത്തിനുള്ളിൽ മരിച്ചു, പിന്നെ ജനിക്കില്ല. പ്രളയക്കൊടുങ്കാറ്റിൽ പർവ്വതാശംഖം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരേറെ. അപ്പോൾ അവരേതൊക്കെ നിങ്ങൾ ജാഗരൂകരായിരിക്കണം. അവർ ഒരു കാലത്തും അവസാനിക്കുകയില്ല. ഒരു ജനത, ആ ജനതയാണ് പാശ്ചാത്യർ എന്ന് പറയുക. അവരാണ്. അവർക്ക് മതമില്ല, അവർ മതത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറും, ഇവിടെ മതത്തെ നശിപ്പിക്കും. അതാണ് അലക്സാണ്ടർ വരുമ്പോൾ ഹൈന്ദവത ഒരു നിറഞ്ഞ ദൈവിക മതമാണ്. അലക്സാണ്ടർ വരുന്നത് BC 4-ാം നൂറ്റാണ്ടിലാണ്. നിറഞ്ഞൊരു മതമാണ്. അതായത് വേദകാലഘട്ടത്തിൽ വേദം എഴുതി വെച്ചു. വ്യാസന്മാർ വേദവാക്യങ്ങളെ ക്രമീകരിച്ചു. പിന്നെ ഒരു വേദാധിഷ്ഠിതമായ ജീവിതത്തെ കൊണ്ടുവന്നു. വളരെ തെറ്റും കുറ്റമൊന്നുമില്ല എന്ന് പറയല്ല, ഒരു സംശുദ്ധമായ ജനതയായി ഹൈന്ദവ ജനത നിലനിൽക്കുമ്പോഴാണ് അലക്സാണ്ടർ വന്നത്. അലക്സാണ്ടറുടെ പടയോട്ടം, അലക്സാണ്ടർ കാലഘട്ടം എന്നാൽ അലക്സാണ്ടർ BC 356-ൻ്റെയും 323-ൽ മരിച്ചു. 356-ൽ പിശാചിൻ്റെ പുത്രനായി ജനിച്ചു. പിശാചിൻ്റെ പുത്രനാണ് അലക്സാണ്ടർ. 100 കണക്കിന് ഗ്രന്ഥങ്ങൾ തെളിവുണ്ട്, വെറുതെ പറയല്ല. എനിക്കറിയാം, ഒരു കാര്യം പറഞ്ഞാൽ കാക്കയുടെ കാലിൽ കൊടമണി വെട്ടി കിട്ടിയതുപോലെ നാഗാളെ പ്രചരിപ്പിക്കും. ഇത് നാട്ടുകാരെ അറിയാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. അലക്സാണ്ടർ പിശാചിൻ്റെ പുത്രനായി ജനിച്ചു BC 356-ൽ. മാതാവിനെ പിശാജ് മാതാവിനെ ഉപയോഗിച്ചു. അതിൽ ജനിച്ച കുട്ടിയാണ് അലക്സാണ്ടർ. ഇന്ന് ലോകം മുഴുവനും ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുന്ന മഹാനായ അലക്സാണ്ടറെ പറ്റിയാണ് ഞാനീ പറയുന്നത്. അയാൾ എന്ത് ചെയ്തു? അയാൾ വേദങ്ങൾ നശിപ്പിച്ചു, എല്ലാ വേദവും നശിപ്പിച്ചു. അലക്സാണ്ടർ വരുമ്പോൾ ചതുർവേദങ്ങളിൽ ഹിന്ദുക്കൾക്ക് 1130 ഫറകളുണ്ട്, ശാഖകളുണ്ട്. 1130 ശാഖകളുണ്ട്, വേദാധ്യായങ്ങൾ. 1130 വേദാധ്യായങ്ങൾ. അതായത് ഋഗ്വേദത്തിൽ 21, യജുർവേദത്തിൽ 100, സാമവേദത്തിൽ 1000, അഥർവവേദത്തിൽ 9. 21, 100, 1000, 9. ഒന്നും കൂടെ പറയാം, 1130 അധ്യായങ്ങളാണ് അന്ന് വേദങ്ങളിൽ, ചതുർവേദങ്ങളിൽ. അതായത് ഋഗ്വേദത്തിൽ 21, യജുർവേദത്തിൽ 100, സാമവേദത്തിൽ 1000, അഥർവവേദത്തിൽ 9. മനസ്സിലായോ പറയുന്നത്? അലക്സാണ്ടറുടെ പടയോട്ടം കഴിയുമ്പോൾ ഹിന്ദുക്കളുടെ കയ്യിലുള്ളത് 10 ശാഖകളാണ്. 1120 അധ്യായങ്ങളും വേദങ്ങളിൽ നിന്ന് നശിപ്പിച്ചു. ചിന്തി പഠിക്കായിരുന്നു. ഞാൻ ഇങ്ങനെ പഠിച്ചു. ഞാൻ കൂളിയിട്ട് കിടക്കായിരുന്നു കുറെ കാലം, പഠിക്കായിരുന്നു. റബ്ബിൻ്റെ സഹായത്താൽ പഠിക്കേ. ആർക്കെങ്കിലും എതിരി പറയാൻ ആർക്കെങ്കിലും മുന്നോട്ട് വരാം. നശിപ്പിച്ചു. ഒരു വേദസമൂഹമാണത്. വേദം നശിച്ചാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല.
വേദം നശിച്ചാൽ നശിച്ചു. വേദത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇന്ന് 1000 BC 323 അലക്സാണ്ടർ മരിക്കുമ്പോൾ 99% ഹിന്ദു വേദങ്ങളും നശിപ്പിച്ച അയാൾ മരിച്ചു. 1% താഴെ ബാക്കി. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, 1130 1120 നഷ്ടപ്പെട്ടാൽ പിന്നെ എത്ര ശതമാനം ബാക്കി ഉണ്ടാവുകയാണ്? 1% ഇല്ല. ഇവിടെ മനസ്സിലാവുണ്ട്, -9 മൈനസ് മനസ്സിലാവേണ്ട പറഞ്ഞു, വളരെ ചിന്തിക്കണം. .99 1% ഇല്ല. വളരെ ചിന്തിക്ക്. ഇന്ന് ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ വേദമായുള്ളത് 10 അധ്യായങ്ങൾ മാത്രമാണ്, 10 ശാഖകളാണ്. അതായത് വേദത്തിലെ 1120 ശാഖകളും ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഹിന്ദുക്കൾ പുരാണങ്ങൾ ഉണ്ടാക്കി, ഇതിഹാസങ്ങൾ ഉണ്ടാക്കി. അതൊരിക്കലും എന്തല്ല? വേദങ്ങളല്ല. മഹാഭാരതം വേദമല്ല, രാമായണം വേദമല്ല. വളരെ ചിന്തിക്ക്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, അപ്പൊ ആരാണ് വേദങ്ങൾ ഹൈന്ദവ ജനതയുടെ ശുദ്ധതയെ നശിപ്പിച്ചത്? ആരാണ് നശിപ്പിച്ചത്? പാശ്ചാത്യർ. പിന്നീട് ജൂതമതത്തിന്റെ ശുദ്ധതയെ നശിപ്പിച്ചത് ആരാ? പാശ്ചാത്യർ. സൗരഷ്ട്രൻ എന്ന ഒരു നബി ഉണ്ടായിരുന്നു. അവനാണ് 99% സാധ്യത. ആ മഹാനിലൂടെ വന്നതാണ് സൗരാഷ്ട്ര മതം. അതിനൊക്കെ അലകും പിടിയും നശിപ്പിച്ച് അങ്ങോട്ട് കൈ കൊടുത്തു. ഇന്നത് ഒരു ബഹുദൈവ മതമാണ്. എല്ലാം നശിപ്പിച്ചു. ആകെ രക്ഷപ്പെട്ടത് ക്രൈസ്തവ മതം മാത്രമാണ്. എന്തുകൊണ്ട് അന്ന് ക്രൈസ്തവ മതം ഇല്ല? BC-യിലാണ്. പിന്നീട് റോമൻ ആധിപത്യം വന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എല്ലാം ഞാൻ പഠിച്ചത് മുഴുവൻ അവിടെ പറയണില്ല, നിങ്ങൾക്ക് ചിന്തിക്കാം. അവരുടെ കേവലം ഈ കേവലം നഗ്നമായ ചെറിയ വായ കൊണ്ടാണ് അവർ അല്ലാഹുവിന്റെ പ്രകാശം ഊടിക്കെടുത്താൻ ഏത് കാലത്തും ശ്രമിക്കുന്നത്. അർത്ഥം വെക്കണം. അറാദുവിന്റെ അർത്ഥമല്ല. അറാദുവിന്റെ അർത്ഥം അപ്പം നമ്മൾ വെച്ചത് അങ്ങനെയല്ല വെക്കേണ്ടത്. അറാദു എന്നല്ല, അവരെന്നും ഉദ്ദേശിക്കുന്നല്ല. യുരീദൂന 133 തൗബ. ഇനി ഇവിടെ സൊഫ് എത്ര? സൊഫ് 8 അതേ വാക്ക്, പക്ഷെ അവിടെ ലാമാണ് കയറിയത് മാത്രം. ഉദ്ദേശിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ കെടുത്തിക്കളയാൻ അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട്. അവരേത് കാലത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മഹാനായിരുന്നു എന്ന് പറഞ്ഞ ജനതയാണ് ജൂതന്മാർ. ഈ പുസ്തകത്തിൽ അതിന് അനവധി തെളിവുകളുണ്ട്. ചില ജൂതന്മാർ നബിക്കെതിരെ പറഞ്ഞെങ്കിൽ പോലും നബിക്ക് അനുകൂലം പറഞ്ഞ അനവധി ആളുകൾ ഈ പുസ്തകത്തിലുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് സ്വത്ത് ആരുടേതാണെന്നറിയോ? അറിയുന്ന ഒരാൾക്ക് കൈപ്പൊക്കാം. വഖഫ് സ്വത്ത് അറിയുന്നവർക്ക് കൈപ്പൊക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് സ്വത്ത്. ആ ആചാര്യം, ഈ ആചാര്യം, മറ്റേ ആചാര്യം, മറിച്ച ആചാര്യം എല്ലാം വഖഫ് കൊടുക്കണ്ട. നമ്മളൊക്കെ വഖഫ് കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് സ്വത്ത് ആരാ? ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് സ്വത്ത് അൽ മുഖരിഖുൽ യഹൂദി എന്ന ജൂത റാബിയുടെ വഖഫാണ്. അവ്വൽ വഖഫിൻ ഫിൽ ഇസ്ലാം. അദ്ദേഹത്തിന്റെ 8 ഈത്തപ്പനത്തോട്ടങ്ങൾ മുത്തുനബി കൊടുത്തിട്ട് മുത്തുനബിയുടെ ഇടത്തും വലത്തും നിന്ന് യുദ്ധം ചെയ്ത് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ആര്? യഹൂദി നേതാവ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് വലിയ മഹാനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എത്രയോ അറിയാം. മനസ്സിലായില്ല. പിന്നെ എന്നു മുതലാണ് ജൂതന്മാർ
നബിക്കെതിരായത്. എന്നാണോ ഹെൽനേ സ്റ്റേഷൻ അവരിലേക്ക് കയറിയെന്ന്, അപ്പോൾ അവരുടെ വായു പൊട്ടിയിട്ട് പിന്നെ അവർ യൂറോപ്പിന്റെ വായിലൂടെ സംസാരിച്ചു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചപ്പോൾ അതിൽ സന്തോഷിച്ചവരാണ് ജൂതന്മാർ, അതിൽ സന്തോഷിച്ചവരാണ് മദീനയിലെ ക്രിസ്ത്യാനികൾ. ഹബീബായ നബിയുടെ എല്ലാ ചെയ്തികളിലും ഹബീബായ നബിയുടെ കൂടെ നിന്നവരാണ് ജൂത ക്രൈസ്തവ സഹോദരന്മാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർമേനിയയിലേക്ക് ആളുകളെ പറഞ്ഞയച്ചപ്പോൾ അവരെ ഇരു കൈയും കാട്ടി സ്വീകരിച്ചവരാണ് ക്രിസ്ത്യാനികൾ. എത്ര കാലം വസിക്കാം? പിൽക്കാലത്ത് മുഅ്മിനീങ്ങൾ മദീനയിൽ പോയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചു വിളിച്ചതേയില്ല. മനസ്സിലായില്ല? ഏതായാലും നമുക്ക് നല്ലൊരു നാട് കിട്ടി, നിങ്ങൾ പോരി. നബി പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവർ നമ്മളെ സഹോദരന്മാരാണ്. ആര്? ഓർക്ക പറ, ആര്? ആർക്ക്? അതുകൊണ്ടാണ് കഴിഞ്ഞൊരു പ്രഭാഷണത്തിൽ ക്രിസ്സംഖികൾ എന്ന് പറയരുത് എന്ന് ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനികൾ നമ്മുടെ കൂട്ടരാണ്, നമ്മുടെ സഹോദരന്മാരാണ്, അവർ അഹ്ലുൽ കിതാബാണ്. ഹിന്ദുക്കൾ അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് അഹ്ലുൽ കിതാബിന്റെ പരിഗണന കൊടുത്ത ഒരുപാട് മുസ്ലിം രാജാക്കന്മാർ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. വെറുതെ പറയാണെങ്കിൽ തെളിവ് പറയണ്ട, തെളിവ് ചോദിക്കുക, വെറുതെ പറയില്ല. മനസ്സിലായില്ലേ? അഹ്ലുൽ കിതാബിന്റെ പരിഗണന ഹിന്ദുക്കൾക്ക് നൽകിയ ഒരുപാട് മുഫ്തികളുണ്ട്, പ്രത്യേകിച്ച് ഹനഫിയാക്കൾ. അവർക്ക് അഹ്ലുൽ കിതാബിന്റെ പദവി കൊടുക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അവരുടെ ആഘോഷങ്ങളിൽ അവർക്ക് ദാനം ചെയ്യും, അവർ ദാനം ചെയ്താൽ സ്വീകരിക്കും. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് അൽ മുഖ്രിഖിന്റെ വഖഫാണ്. അദ്ദേഹം മദീനയിലെ ജൂത സുനഗോഗിലെ ഏറ്റവും വലിയ പുരോഹിതൻ. എന്നാണ് അദ്ദേഹം ഷഹീദായത്? ഉഹുദ് ദിവസം. എന്നാ ഉഹുദ് നടന്നത്? AD 625 ഏതാ ദിവസം? ശനിയാഴ്ച. നിങ്ങളിൻ്റെ കൂടെ അല്ലേ കുട്ടികളെ? ശനിയാഴ്ച ജൂതന്മാർ പുറത്തിറങ്ങൂല. എന്തുകൊണ്ട്? ശാബത്താണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അവർ പുറത്തിറങ്ങൂല, അവർ ഒരു പണിക്കും പോകില്ല. പണ്ടേ അവർ പാഠം പഠിച്ചതാണ്. എന്തുകൊണ്ട്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അവർ മുക്കുവ പണിക്ക് പോയപ്പോൾ ആയിരക്കണക്കായ ആളുകൾ കുരങ്ങായി മാറി. ഓർമ്മല്ലേ ആ സ്ഥലമൊക്കെ? എവിടെയുണ്ട് ഈ ആയത്ത്? പറഞ്ഞോട് തന്നെ. മനസ്സിലായില്ലേ മക്കളെ? മനസ്സിലായി? ഈ പറഞ്ഞ മനസ്സിലാവണില്ലേ? ചിന്തിക്കണം. എന്നിട്ട് അവരെന്തായി? അല്ലാഹു തആല അവരെ ജൂതജനതയോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ശാപത്തിന്റെ ദിവസം പണിക്ക് പോയവരല്ലേ, നിങ്ങൾ നിന്ദരായ കുരങ്ങാവുക. അപ്പോൾ എത്ര? 70,000 കൂടുതൽ ജൂതന്മാർ അന്ന് കുരങ്ങായി. അതുകൊണ്ട് അവർ ശാപത്ത് പേടിയ ശനിയാഴ്ച ഒരു പണിക്ക് പോവില്ല. എന്നാൽ മക്കക്കാർ നബിയെ കൊല്ലാൻ വേണ്ടി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വന്നു മക്കക്കാർ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. 3000-ഓളം പട്ടാളുണ്ട് അവരുടെ കയ്യിൽ. 3000-ഓളം പട്ടാളം. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ജൂതന്മാര് അൽ മുഖരിഖുൽ യഹൂദി എന്ന ജൂത നേതാവ്, ജൂത പുരോഹിതൻ അന്ന് മദീനയിലെ സുനഗോഗിൽ പ്രസംഗിച്ചു. ലാ ശാബത ലനാ ഹാദാ സബ്തി, ഈ ശനിയാഴ്ച നമുക്ക് ശാബത്ത് ഇല്ല. അലൈനാ നസ്റ മുഹമ്മദ് നബിയില്ലാഹ്, അല്ലാഹുവിന്റെ നബിയായ മുഹമ്മദ് മുസ്തഫയെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ യുദ്ധത്തിൽ ഞാൻ ഇറങ്ങും. ഇന്ന് നമുക്ക് ശാബത്തോ ആരാധനയോ നമ്മുടെ പള്ളിയിൽ ഇല്ല. ഇറങ്ങിക്കോളി. ഇറങ്ങിയപ്പോൾ ജൂതന്മാരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദായാൽ എന്റെ സമ്പത്ത് മുഴുവനും മുഹമ്മദിന് കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വെക്കുന്നിടത്ത് വെക്കട്ടെ, അദ്ദേഹം ചെലവഴിക്കുന്നിടത്ത് അദ്ദേഹം ചെലവഴിക്കും പോലെ ചെലവഴിക്കട്ടെ. ആ യുദ്ധത്തിൽ മുഖരിഖുൽ യഹൂദി പറകുട്ടി ഷഹീദായി. അപ്പോൾ ജൂതന്മാർ 8ഓളം വലിയ, മദീനയിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരായിരുന്നു? ഈ മുഖരിഖ.
അദ്ദേഹത്തിൻ്റെ 8ഓളം വലിയ തോട്ടങ്ങൾ ആർക്ക് കൊടുത്തു? കാന അവ്വല വഖഫിൻ ഫിൽ ഇസ്ലാം. യഹൂദിയായി ജീവിച്ച് യഹൂദിയായി മരിച്ച യഹൂദി നേതാവായ മുഖരിഖുൽ യഹൂദിയുടേതാണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. ആ ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ എപ്പോഴാണ് അവർ ഹെലനൈസേഷന് വിധേയമായി? ഹെലൻ എന്നത് ഗ്രീക്കിൻ്റെ മറ്റൊരു നാമമാണ്. ഹെലനൈസേഷൻ എന്നാൽ ഗ്രീക്കോവൽക്കരണം, യൂറോപ്യൻ വൽക്കരണം. അതാകെ നടന്നു. ഇത് വളരെ പഠിക്കണം. നശിപ്പിച്ചു, എല്ലാത്തിനും നശിപ്പിച്ചു. അള്ളാഹു ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട് ഖുർആനിൽ. ഇന്ന് വേദഗ്രന്ഥങ്ങളിൽ ദൈവിക വചനങ്ങൾ അപ്രകാരമാണെന്ന് ഉറപ്പിക്കാൻ തരമില്ല. എന്തുകൊണ്ട്? അതെല്ലാം ഹെലനൈസേഷന് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഏതാ? അത് പെട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഏതാ? എത്ര ആയത്ത് നമ്പർ എടുക്ക്? ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഏതാ സൂറത്ത്? ഇന്നാ നഹ്നു ഹിജ്റ 9-ാമത്തെ ആയത്ത്. മാ നുനസ്സിലുൽ മലായികത ഇല്ലാ ബിൽ ഹഖ് വമാ കാനൂ ഇദം മുൻദരിൻ. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഹിജ്റ 9-ാമത്തെ ആയത്ത്. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ. ഈ ദിക്റിനെ നാമാണ് ഇറക്കിയത്. വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ നാം സംരക്ഷിക്കാൻ കഴിയില്ല. ഹെലനൈസേഷന് വിധേയമാകാത്തൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഖുർആനാണ്. ലോകത്തെ എല്ലാ വേദഗ്രന്ഥങ്ങളെയും നശിപ്പിച്ചത് യൂറോപ്യരാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ എപ്പോഴും ഭയപ്പെടണം എന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു കൊല്ലം ഞാൻ എന്നും പറയാറുണ്ട്, യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ പേടിക്കണം കേട്ടോ. അത് ഉള്ളിൽ കയറി വന്നാൽ നമ്മളല്ലാതെയാവും. അതാ സത്യം. വളരെ ചിന്തിച്ച് യൂറോപ്പിനെ തടയാൻ വേണ്ടി യൂറോപ്പിനെ പഠിച്ചത്, യൂറോപ്പിൽ നിന്ന് നമ്മൾ ഏഷ്യയിൽ നിന്നുകൊണ്ട് യൂറോപ്പിനെ പഠിച്ചാൽ നന്നായിരുന്നു. പക്ഷെ നമ്മൾ യൂറോപ്യന്മാരായിപ്പോയി എന്നതാണ് പ്രധാനം. വളരെ ചിന്തിക്കണം. ഇന്ന് ലോകത്തിൻ്റെ ഒരു പൊതു അവസ്ഥ എന്താണ്? ഇന്നിപ്പോൾ ഏഷ്യ ഇല്ല, ആഫ്രിക്കയില്ല, ലോകം മൊത്തം ഒരു വൻകരയാണ്. ഏതാണത്? യൂറോപ്പ്. ഇന്നൊരു ഏഷ്യക്കാരനുണ്ടെങ്കിൽ അയാളെ പഴഞ്ചനെന്ന് പറയും. ഇന്ന് ലോകമാകെ ഒറ്റ വൻകരയാണ്. ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ട് പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്നതിന് 2 അർത്ഥം ഉണ്ടാവും. പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്പിരിച്വലായ അർത്ഥം, ഒന്ന് ഫിസിക്കലായ അർത്ഥം. സ്പിരിച്വലായ അർത്ഥം എന്താ? യൂറോപ്പ് എല്ലാ വൻകരയുടെ മേലും ആധിപത്യം നേടുക. ഉദാഹരണം പറയാ, മേശപ്പുറത്ത് ഭക്ഷണം വെച്ച് ഭക്ഷണം കഴിക്കുക. അത് ഒരു ഹെലനൈസേഷനാണ്. അത് ഏഷ്യൻ രീതിയല്ല, ആഫ്രിക്കൻ രീതിയല്ല. നല്ല ഉഷാറിലിരിക്കല്ലേ? ഏഷ്യൻ രീതി പറയാം. ഏഷ്യക്കാർ, മുസ്ലിങ്ങളല്ലാത്തവർ യൂറോപ്യൻ സ്വഭാവം സ്വീകരിക്കുന്നത് വരെ മുസ്ലിങ്ങൾ അങ്ങനെ ഇരിക്കും. ഈ കാല് പൊക്കിയിട്ട്, മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ കാല് പൊക്കിയിട്ടിരിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? ഈ മടമ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ആര്? മുസ്ലിങ്ങളല്ലാത്തവർ ഇങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ ഈ ഇരുത്തത്തിന് നമുക്ക് കഴിയില്ല. ഈ ഇരുത്തം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. ആ ഇരുത്തം തന്നെ കഴിയില്ല. ഹിന്ദുക്കൾ ഭക്ഷണം കഴിച്ചിരുന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യാനികൾ ഭക്ഷണം കഴിച്ചിരുന്നത് എങ്ങനെയാണ്? മുസ്ലിങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് ഇടത്തെ കാലിൽ, മനസ്സിലായില്ല, ബാക്ക് സീറ്റിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് വലത്തെ കാലിൽ പൊക്കിയിട്ട് കഴിക്കും. എപ്പോഴും എണീക്കാവുന്ന പരുവത്തിൽ. അങ്ങനെയല്ലേ? അല്ലേ? എന്നാൽ ഇന്ന് ആളുടെയും ഭക്ഷണം എങ്ങനെയാണ്? ടേബിൾ ഏഷ്യൻ രീതിയല്ല, ആഫ്രിക്കൻ രീതിയല്ല. ഒന്ന്, ഇപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ കൈ കൊണ്ട് കഴിക്കുന്നുണ്ട്, ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും. എന്നാൽ
ഏഷ്യക്കാലത്ത് തന്നെ വലിയൊരു ശതമാനം ഇപ്പോൾ കൈകൊണ്ട് കഴിക്കൂല. ഒരു ക്രൈസ്തവ സഹോദരൻ ബത്ലഹേമിൽ വെച്ച് ഒരിക്കൽ എന്നെ കളിയാക്കി. നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു മടിയാ, നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക്, നിങ്ങൾ പോർക്ക് നൈഫൊന്നും തീരെ ഉപയോഗിക്കൂല, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് എന്നോട് ബത്ലഹേമിൽ വെച്ച് ചോദിക്കുന്നത് ഒരു ക്രിസ്ത്യാനി സഹോദരിയാണ്. മനസ്സിലായോ? സത്യത്തിൽ ഇത് ആരുടെ രീതിയാണ്? പോർക്കും നൈഫ് ഉപയോഗിക്കൽ ആരുടെ രീതിയാണ്? യൂറോപ്യൻ രീതിയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എല്ലാം ഏഷ്യയിലെ ഒരു മഹാൻ അറിയപ്പെടൂല, ഒരു മഹാൻ അറിയപ്പെടൂല. എല്ലാവർക്കും മഹാനുണ്ടല്ലോ. ഉദാഹരണം പറയാം, ചാണക്യൻ്റെ ചാണക്യനെ കുറിച്ച് എന്താണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് 80% ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്ത് ചാണക്യനെ പറ്റി ഏത് പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്? ചാണക്യൻ ഒരു പൗരസ്ത്യ തത്വജ്ഞാനിയാണ്. ആര്? ചാണക്യൻ. അതേ സമയത്ത് ലോകം മുഴുവനും നശിപ്പിച്ച യൂറോപ്യൻ ആയ അലക്സാണ്ടറെ നമ്മളെ നികുതിപ്പെടുത്ത് പണം കൊടുത്ത് ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പഠിപ്പിക്കും. ചാണക്യൻ്റെ ഒരു പുസ്തകം, ചാണക്യൻ്റെ ഒരു പാഠം ഇന്നില്ല. മുഹമ്മദ് മുസ്തഫ മാത്രമല്ല, ഒന്നുമില്ല. AD 632 മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബാ നബി വഫാത്താവണം 632. 1000 കൊല്ലം മുഹമ്മദ് മുസ്തഫയെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ ഒരു പുസ്തകം യൂറോപ്പിൽ ഇറങ്ങിയില്ല. എന്താ പറഞ്ഞോ? എന്താ പറഞ്ഞേ? 1000 കൊല്ലം തങ്ങൾ വരുന്നുണ്ട്. على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله